ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളെ മൂത്താപ്പാൻ്റെ വീട്ടിൽ കല്യാണം നടക്കുന്ന തലേന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയണ്ണിന് തലേന്ന് തന്നെ ഡ്രസ്സൊക്കെ കൊട്ടേ കൊടുക്കാൻ പോവാണ്. അവരെ വീട്ടിൽ അന്ന് കല്യാണമില്ല, അവൾക്ക് ഒരു വർഷത്തെ പഠിപ്പും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ കല്യാണം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് തലേന്ന് തന്നെ കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് മഗ്‌രിബിൻ്റെ ശേഷമാണ് പോകണമെന്ന് വിചാരിച്ചിട്ടിരുന്നത്. ഏതായാലും ഏഷവാങ്ക തന്നെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഏതായാലും പോകാനുള്ള വണ്ടികളിലൊക്കെ ആളുകളെ കയറ്റിയിട്ട് വരിയായിട്ട് നിർത്തുകയാണ് കേട്ടോ. അധികം ആളൊന്നും പോകണമെന്നില്ല, എന്നാലും കുറച്ച് ആൾക്കാർ 2-3 വണ്ടിയിൽ ആയിട്ട് കുറച്ച് ആൾക്കാർ കുട്ടികളും വലിയവരും കൂടി ആയിട്ട് അതിന് ആണ് പോണത്. അപ്പോൾ അങ്ങനെ എല്ലാ വണ്ടികളും സെറ്റാക്കി നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശവാങ്ക് കൊടുത്തു. മഗ്‌രിബിൻ്റെ ശേഷം പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി സമയം വൈകി കേട്ടോ. അപ്പോൾ പോകാനുള്ള വണ്ടികളൊക്കെ ഓരോരുത്തരെ കയറ്റി റെഡിയാക്കി നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് പോയ ആൾക്കാരെല്ലാവരും കൂടി കുറേശ്ശെ വീഡിയോകളൊക്കെ എടുത്തു കേട്ടോ. കുറേശ്ശെ അധികമായിട്ട് അവരുടെ വീട്ടിൽ അങ്ങനെ കല്യാണമൊന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അവർക്ക് അടുത്ത വർഷമാണ് കല്യാണം. പെണ്ണിൻ്റെ പഠിപ്പ് കഴിയും വേണം, പിന്നെ ചെക്കനൊന്ന് പോയി വരികയും കൂടി ചെയ്തതിൻ്റെ ശേഷം കേട്ടോ കല്യാണമുള്ളത്. അപ്പോൾ അവർ കല്യാണത്തിൻ്റെ അന്ന് അവരെ വീട്ടിൽ നിന്ന് വരാനുള്ളവരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരികയും ചെയ്തു മണ്ഡപത്തേക്ക് വന്നു. പിന്നെ രാത്രി അവർ വീട്ടിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വീഡിയോയും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യണത്. അപ്പോൾ എല്ലാവരും പോയവരെല്ലാവരും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് മാത്രം. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേത്തെ ദിവസത്താണ് കേട്ടോ കല്യാണത്തിൻ്റെ അന്നത്ത്. നമ്മുടെ വൈകുന്നേരം ആണ് അവിടുത്തെ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ നിക്കാഹിന് ആൾക്കാർ വരുന്നത് മുന്നേ തന്നെ നമ്മൾ വീട്ടിലുള്ളവർ പോയിട്ടുണ്ടായിരുന്നു. പുതിയാപ്പിളയും കുട്ടികളൊന്നും അവരൊന്നും എത്തിയിട്ടില്ല. നമ്മൾ മുതിർന്നവർ 2-3 വീട്ടിലുള്ളവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും എത്താത്തതുകൊണ്ട് അത് അവിടുത്തെ ഉള്ളിലെ ഒരു സീനൊന്നായിട്ട് കാണിച്ചു കേട്ടോ. നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിനുള്ളതാണെങ്കിലും ഒക്കെ സെറ്റാക്കി വെച്ചതാണ്. അവരെ വരുന്നവർക്ക് എല്ലാവർക്കും കൂടി ഒന്നായിട്ട് സെറ്റാക്കി കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ആരും പോണില്ല. നിക്കാഹിന് ആൾക്കാരും ഇവരൊക്കെ വരുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ എല്ലാവരും കൂടി ആണ്ട് പോയപ്പോഴാണ് ടേസ് കുട്ടി കരഞ്ഞത്. നമ്മളെല്ലാവരും കൂടി അവിടെ ഒറ്റക്കാക്കി പോവുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ കരഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും പുറത്തുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മൾ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തുട്ടാ. അപ്പോൾ പുതിയണ്ണിനെ ഏറ്റാണ് അവർ വന്നപ്പോൾ തന്നെ പുതിയണ്ണിൻ്റെ ഒപ്പമുള്ളവരും നിക്കാഹിനുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ബാക്കിലൂടെ ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ളിലേക്ക് പോകാൻ വിചാരിച്ച്. അപ്പോൾ അതാ നമ്മൾ ബാക്കിലുള്ള റൂമാണ് ഇട്ടത്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് നിക്കാവും ഇതൊക്കെ നല്ല കേൾക്കാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ സ്റ്റേജിൻ്റെ വ്യൂ ആണിത്. അപ്പോൾ ക്ലിയർ ആയിട്ടില്ലെങ്കിലും നമുക്ക് കാണാനും പറ്റും കേട്ടോ. അതാ പുതിയാപ്പിള വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിക്കാഹിനുള്ള ആൾക്കാരൊക്കെ റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ പുതിയാപ്പിള വരുന്ന ഇതാണത്. അപ്പോൾ പുതിയണ്ണിനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം, അതായത് മൗലിയന്മാരും എല്ലാവരും പോയതിന് ശേഷം പെണ്ണിനെ എല്ലാവരും കൂടി അവിടെ സ്റ്റേജിൽ കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോക്കാരും ഒക്കെ സ്റ്റേജിൽ എത്തിയേക്കന്നെ ഫോട്ടോ എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കൂടി തന്നെ വീട്ടിലുള്ള കുട്ടികളും പിന്നെ എല്ലാവരും കൂടി പാട്ട് പാടിക്കാണ്ട് കയറുകയാണ്. അപ്പോൾ അവരെ ഇതാണ് കഴിയട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ.
പിടിക്കാൻ പറഞ്ഞ നമ്മൾ ആരാ സൈഡ്. അപ്പോൾ സ്റ്റേജിമിലൊക്കെ എത്തിയതിന് ശേഷമാണ് മയർ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെക്കൻ്റെ ഉമ്മയാണ് കേട്ടോ ഈ മയർ ഇതാക്കി കൊടുക്കുന്നത്. അപ്പോൾ 2 ചെയിൻ ഉണ്ടായിരുന്നു, ഒരു ചെയിൻ മാത്രമാണ് ഇപ്പോൾ സ്റ്റേജിമെന്ന് കെട്ടി കൊടുത്തത്. ഇനി വീട്ടിൽ ചെന്നിട്ട് മറ്റേത് കെട്ടി കൊടുക്കുക എന്നുള്ളവർക്ക് സ്റ്റേജിമെന്ന് ചെറിയ ചെയിൻ ഉണ്ടായിരുന്നു, ഒന്ന് സാധാരണ ഇടുന്ന, അത് കെട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് എന്തായാലും കമൻറ്റ് ചെയ്തണം. അപ്പോൾ ഓരോരുത്തരും ഫാമിലികളായിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഓരോ കുടുംബങ്ങൾ ഓരോരുത്തരായിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്നായിട്ട് എല്ലാവരും കൂടി ഫാമിലി ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കലും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതൊക്കെ വീഡിയോ ആയിട്ടല്ല എടുത്തിട്ടുള്ളത്, ഇതൊക്കെ ഫോട്ടോകളായിട്ട് എടുത്തുകൊണ്ട് അത് ഇങ്ങനെ വീഡിയോ ആക്കിക്കാണ്ട് നിങ്ങളെ മുന്നിൽ എത്തിച്ചതാട്ടോ ഞാൻ. അപ്പോൾ നിങ്ങളെ എല്ലാ വീട്ടിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കല്യാണം എന്ന് വിചാരിക്കണോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസമാണ് കഴിഞ്ഞു. പിന്നെ വീഡിയോ ഫുള്ളും ആയിട്ട് എടുത്ത് കഴിയോളൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ ഇവർ കല്യാണത്തിന് വന്നവർ നമ്മളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കോട്ടയ്ക്ക് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോരുമ്പോൾ തന്നെ ഇവിടെ ഏകദേശം ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോകളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനും മോനും ഞങ്ങൾ കുറച്ച് ആൾക്കാർ 2-3 വണ്ടിക്കുള്ള ആൾക്കാർ എല്ലാവരും പോന്ന് നമ്മൾ രാവിലെ നേരത്തെ ചെന്ന മാതിരി തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നും ചെയ്തു. പിന്നെ പെണ്ണ് വന്ന് കയറുന്ന സമയത്ത് അടച്ചിട്ട് വീട്ടിലേക്ക് കയറണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ വീടൊക്കെ തുറക്കും ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ പോരുന്നത്. അതിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം അവർ വന്നവരൊക്കെ തിരിച്ച് പോയതിന് ശേഷം വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് മുറ്റത്ത് പിന്നെ പാട്ടും ഇതൊക്കെ കൂടി ആയിട്ട് കുട്ടികൾ ഓരോ പരിപാടികൾ നടത്തിയതാട്ടോ. ഇത് രാത്രി നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവരൊക്കെ പോയതിന് ശേഷമുള്ള പരിപാടികളാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.